ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തായി പുക്കാട്ടുപിടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം ബഡ്ജറ്റ് വില്ലയിലാണ് ഇന്ന് നമ്മളുള്ളത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കണ്ടംപററി സ്റ്റൈൽ എലിവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒത്തിരി വില്ലകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റി തന്നെയാണിത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 800 മീറ്ററുമാണ്. 5 മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നൽകിയിട്ടുണ്ട്. ഇഷ്ടികയുടെ ഫിനിഷ് ലഭിക്കുന്ന നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിലായി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തുകൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. വളരെ സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ LED ലൈറ്റുകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. വളരെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 7 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് ഒരു കോർണറിലായി സ്റ്റെയർ വേക്ക് താഴെയായിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. സിറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ വേക്ക് താഴെയായി നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഒരു L ഷേപ്പിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാറ്റ് ടൈലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻബിൽഡ് ചിമ്മിണിയും ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കിച്ചന് പുറമെ നല്ലൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്കും സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി മനോഹരമാക്കി തന്നെ വർക്ക് ഏരിയ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാനാവുന്നതാണ്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 8 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ടഫൻ ഗ്ലാസിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഷീറ്റിട്ട് മുഴുവനായി തന്നെ കവർ ചെയ്തുകൊണ്ടാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. ചുറ്റുഭാഗം മുഴുവനായി തന്നെ GI ട്യൂബുകൾ കൊണ്ട് മറച്ചിട്ടുമുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്.
ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു വരുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 13 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 2 സ്റ്റെപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഇവിടെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം മെയിൻ ബാൽക്കണിയായി കൊടുത്തുകൊണ്ടും അവിടെ നിന്ന് സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി ഇവിടെ സെക്കൻഡറി ബാൽക്കണിയും നമുക്ക് കാണാം. ഈ വീടിന്റെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 66 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.